സുരാജ് ചേട്ടനോ ബി ചേട്ടനോ ഒക്കെ അവരും ലിജോ മോളും അവരുടെയും കൂടെ ഒരു ബോൾഡ് ഡിസിഷൻ ഉണ്ട് ഈ സിനിമ ഈ രൂപത്തിൽ ഇന്ന് എത്താൻ. സിനിമ ഓപ്പൺ ചെയ്യുന്ന സുരാജ് ചേട്ടൻ്റെ ഒരു മിറർ ഷോട്ടിലാണ്. പുള്ളി സ്വയം വന്ന് ആരാണെന്ന് കാണിക്കുകയാണ് വളരെ സട്ടിലായിട്ട്. ഇതൊരു ഭയങ്കര ബഹള ചെയ്തെടുക്കേണ്ട ഒരു പ്രോസസ്സാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആഷിഖേൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. ഇത് ടീം വർക്ക് കൂടാണ്. ഞാൻ റാണി പത്മിനിയിലാണ് ചീഫാവുന്നത്. അന്ന് പോത്തനെ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. മാത്രമല്ല മഹേഷിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി ചേട്ടനായിട്ട് തന്നെ ഒരു പടം സംസാരിക്കുക. അത് കുറച്ച് വലിയ സിനിമയായിരുന്നു. ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങൾ ട്രാവൽ ചെയ്ത് ചെയ്യേണ്ട ഒരു മൾട്ടി സ്റ്റാർ. ഹലോ വിഷ്ണുട്ടാ, വെൽക്കം. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. പടം നല്ല അഭിപ്രായമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരുടെയും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ഒരു, എനിക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്, എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളൊരു ഡ്രീം മനസ്സിലേക്ക് വരുന്നതും എപ്പോൾ തൊട്ടാണ് ഇതാണ് എൻ്റെ ഒരു മേഖല അല്ലെങ്കിൽ ഇതിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളൊരു ഒരു യാത്ര തുടങ്ങുന്നതും എവിടെ നിന്നാണ്? ഒരു ശരിക്കും കുറച്ച് ലേറ്റായിട്ടാണ് ഞാനൊരു സാധാരണ ഒരു നാട്ടിൻപുറത്ത് കുടവട്ടൂർ എന്ന് പറയും, കൊട്ടാരക്കരയാണ്. അപ്പം നമ്മളങ്ങനെ ചെറുതിലെ നാടകമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ 5ാം ക്ലാസ് തൊട്ട് തന്നെ ഞാനും ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ട് നാടകങ്ങളൊക്കെ എഴുതി അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. ഡിഗ്രി വരെ എല്ലാ വർഷവും നാടകം ചെയ്യും, സ്കൂളിലും ചെയ്യും. നമ്മുടെ അവിടേക്ക് ഈ അമച്ചർ നാടക മത്സരങ്ങൾ ഓണത്തിനും പരിപാടിക്ക് അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് നമ്മൾ കുറച്ച് വലുതായി വന്നപ്പോൾ പതുക്കെ അതങ്ങ് സിനിമയിലോട്ട് ഷിഫ്റ്റായി. അപ്പം നമുക്ക് തോന്നിയ ഇത് കൊള്ളാലോ പരിപാടി. അങ്ങനെ പിന്നെ സിനിമകൾ കണ്ട് വല്ലാത്തൊരു അറിയാമല്ലോ, അങ്ങനെ ഒരു പാഷനിലോട്ടങ്ങ് ലാൻഡായി. പിന്നെ നമ്മളത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ ഫേസ് ചെയ്തൊരു പ്രശ്നം, നമ്മുടെ നാട്ടിൽ ആരുമില്ല ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ, ഇതെങ്ങനെയാണ് ഈ റൂട്ട് ക്ലിയർ ചെയ്ത് വരിക. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ PG ചെയ്ത യൂണിവേഴ്സിറ്റി കോളേജിലാണ് ട്രിവാൻഡ്രത്ത്. ശരിക്കും അത് സിനിമയ്ക്ക് വേണ്ടി ചാടിയതാണ്, കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ അവിടെ എത്തി കുറേ സൗഹൃദങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പതിയെയാണ് ശരിക്കും സിനിമയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് ആഷിഖേൻ്റെ അടുത്തേക്ക്. അതാണ് ശരിക്കും ടേണിംഗ് പോയിന്റ്. അപ്പോൾ ആഷിഖേൻ്റെയും ദിലീഷേൻ്റെയും സമീർക്കയുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെയൊക്കെ ഇപ്പോൾ അവർ വന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമ ഒരു മാറ്റം കൊണ്ടുവന്നൊരു സമയമാണ്. ആ സമയത്ത് ആ പടങ്ങളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ ഒക്കെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു ലേണിംഗ് എന്തായിരുന്നു? ഒരു പുതിയ സ്കൂളായിരുന്നല്ലോ അവർ. ഉറപ്പായിട്ടും. കാരണം നമ്മൾ അതിനു മുമ്പ് ഞാൻ 2-3 പടം ചെയ്തിട്ടുണ്ട്. 1-2 ചെറിയ സിനിമകളാണ്, നമുക്കത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതിൽ പോത്തൻ ദിലീഷ് ഏട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൗഹൃദമായി. അങ്ങനെ 22 ഫീമെയിൽ ശരിക്കും ഞാൻ TV-യിൽ അതിൻ്റെ ന്യൂസ് കാണുന്നുണ്ട്. ഒരു ചിങ്ങ 1-നാണ് അതിൻ്റെ പൂജ. അപ്പം നമ്മൾ ആലോചിക്കും. അപ്പം നമ്മുടെ സുഹൃത്തുണ്ട്, ഇപ്പോൾ മറഡോണ എഴുതിയ കണ്ണനുണ്ട്. അന്ന് ഞാൻ അവൻ്റെ കൂടെ ചെന്നൈയിലാണ്. ചുമ്മാ ഇങ്ങനെ കഥകളും ഡിസ്കഷനും പരിപാടി. അവന് ജോലിയുണ്ട്, അതുകൊണ്ട് നമുക്കവിടെ സേഫായിരുന്നു. അങ്ങനെ ഇരുന്ന് ഇത് കാണുമ്പോൾ ഞാൻ ഷൂട്ട് ആൻഡ് ഷോയിലാണ്. അന്ന് അതാണ് നമുക്ക് ആകെയുള്ളൊരു. അപ്പം ഞാൻ പറഞ്ഞടാ, ഇതൊക്കെ നമ്മളെന്നാടാ ഇങ്ങനെയൊക്കെ പോയി ഒരു മെയിൻ സ്ട്രീം പടത്തിൽ വർക്ക് ചെയ്യണമെന്നൊരു കൊതി ഉണ്ടാവുമല്ലോ. പക്ഷേ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജിജു ആൻ്റണിയാണ് വിളിക്കുന്നത്. അന്ന് അവൻ ആഷിഖേൻ്റെ കൂടെ ഉണ്ട്. ആ പടം വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന്. അപ്പോൾ അതേസമയം പോത്തൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ എല്ലാം കറക്റ്റ് പ്ലേസായി. അങ്ങനെ പോത്തനും പറഞ്ഞു, ജിജോയും പറഞ്ഞിട്ടാണ് ആഷിഖേൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ശരിക്കും ഇപ്പോൾ ഈ വിവേക് പറഞ്ഞതിൻ്റെ തൊട്ട് അവിടുന്ന് നമ്മുടെ സിനിമ എന്ന് വെച്ചാൽ നമ്മൾ സിനിമ കാണുന്ന രീതി മാറി, സിനിമയായിട്ടുള്ള അപ്രോച്ച് മാറി. അത് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ അതുവരെ നോർമൽ സിനിമകൾ കാണുക എല്ലാം. പക്ഷേ ഇത് ഒരുപാട് നമുക്ക് സിനിമ അപ്രോച്ച് ചെയ്യേണ്ട രീതി, എക്സിക്യൂട്ട് ചെയ്യേണ്ട രീതി. പിന്നെ അതുവരെ നമ്മൾ ഈ കുറച്ച് ഓൾഡ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇതൊരു ഭയങ്കര ബഹള ചെയ്തെടുക്കേണ്ട ഒരു പ്രോസസ്സാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആഷിഖേൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഭയങ്കര കൂളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. ഇത് ടീം വർക്ക് കൂടാണ്. ഭയങ്കര ചില്ല് ചെയ്ത് ആ ഒരു എനർജി നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. പിന്നെ സിനിമയുടെ കാഴ്ചപ്പാട് മൊത്തം മാറുന്നത് അവിടെ നിന്ന് തന്നെയാണ്. ആ ടീമിലുള്ള ഒരുവിധം എല്ലാവരും ഇപ്പോൾ സംവിധായകരായിട്ട്. അതെ. ആദ്യത്തെ സിനിമ അത് എത്രത്തോളം വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു? എങ്ങനെയാണ് ആദ്യത്തെ സിനിമ മറഡോണയിലേക്ക് എത്തുന്നതും അതൊരു മൗണ്ട് ചെയ്തെടുക്കുന്നതും അത് എത്രത്തോളം വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു? നല്ല സ്ട്രഗിളായിരുന്നു, അറിയാമല്ലോ. അതായത് പിന്നെ ഞാൻ റാണി പത്മിനിയിലാണ് ചീഫാവുന്നത്. അന്ന് പോത്തനെ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. മാത്രമല്ല മഹേഷിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റാണി പത്മിനി കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞാണ് മഹേഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മഹേഷ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങുമല്ലോ. അപ്പോഴേക്കും ഞാൻ ആഷിഖേട്ടൂടെ 4-5 പടമായി, സമീറായിട്ടിലൂടെ ചെയ്തു, ടമാർ പടാർ ചെയ്യുന്നുണ്ട്. മഹേഷ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ പറഞ്ഞു പിന്നെ ഒരു പരിപാടി ഒന്ന് നോക്കാം എന്നുള്ള ആലോചനയിലാണ്. അപ്പം ശരിക്കും അപ്പോഴേക്കും മറ്റേ തൊണ്ടി മുതലുള്ള ആലോചനകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു പരിപാടി നോക്കാം. അപ്പോൾ പിന്നെ ഓൾറെഡി ഈ മറഡോണ എല്ലാവർക്കും അറിയാവുന്ന സബ്ജക്റ്റാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും അത്
ഇപ്പോൾ ഈ ഇതിൽ 2 പടത്തിൽ ഞാൻ കണ്ണനും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ റൈറ്റർ കൃഷ്ണമൂർത്തി ടമാർപ്പടാറിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ നമ്മുടെ ക്യാമ്പിൽ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു കഥ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നും പരിപാടിയൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ടൊവിയാണ് കാണുന്നത്. നമ്മൾ എനിക്കൊന്ന് ഗോദയുടെ ഷൂട്ടിൻ്റെ ടൈമാണ്. അന്ന് ഗപ്പിയൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മൾ അങ്ങനെ ഗോദയുടെ ലൊക്കേഷനിൽ പോയി പറയുന്നു, കഥ കേട്ടു. അപ്പോൾ തന്നെ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയി നമുക്ക് ചെയ്യാമെന്ന് പറയുകയാണ്. അവിടെ നിന്നാണ് ശരിക്കും ആ പ്രോജക്റ്റ് ഓൺ ആവുന്നത്. പക്ഷെ പിന്നീടൊരു വലിയ യാത്ര ഉണ്ടായിരുന്നു. കാരണം അത് അന്നത്തെ സമയത്ത് ടൊവിയെ വെച്ചിട്ട് ഒരു വലിയൊരു ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ചധികം പ്രൊഡക്ഷനും കാര്യങ്ങൾക്കായിട്ട് അലയുകയും അതിനുശേഷം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പടം നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അപ്പം അതേപോലെ തന്നെ ഇപ്പം ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല അഭിപ്രായം കിട്ടിയിട്ട് പിന്നീട് ഒരു ചെറിയ ഗ്യാപ്പ് വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, ഒരു അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ആദ്യത്തെ സിനിമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിനിമ അതിനേക്കാളും വലിയ ഒരു സ്ട്രഗിളാണ്. പ്രത്യേകിച്ച് നമ്മളൊരു അഭിപ്രായം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിനോട് ലിവ് അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് കാത്തു സൂക്ഷിക്കണം എന്നപ്പോൾ ഒരുപാട് പ്രഷേഴ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ സിനിമയും അഗൈൻ കുറച്ച് വർഷങ്ങളായി ആദ്യത്തെ സിനിമ വന്നിട്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള ഒരു യാത്ര? എത്രത്തോളം ഒരു വെയിറ്റ് ആയിരുന്നു, ഒരു ലോങ് വെയിറ്റ് ആയിരുന്നു, എങ്ങനെയായിരുന്നു? ശരിക്കും മറഡോണ കഴിഞ്ഞിട്ട് ഞാൻ 2-3 പ്രോജക്റ്റ് പിച്ച് ചെയ്യുകയും അതിൻ്റെ ഒരു പല സ്റ്റേജിലൊക്കെ എത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ ബീച്ചേട്ടനായിട്ട് തന്നെ ഒരു പടം സംസാരിക്കുക, അത് കുറച്ച് വലിയ സിനിമയായിരുന്നു. ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് ചെയ്യേണ്ട ഒരു മൾട്ടി സ്റ്റാർ. അപ്പോൾ അദ്ദേഹം അത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് കോവിഡ് വരികയും അത് മൊത്തത്തിൽ അത്ര ഒരു ബഡ്ജറ്റ് അറിയാമല്ലോ, ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തു. അപ്പോൾ ബീച്ചേട്ടൻ തന്നെ പറഞ്ഞിടാ അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യും, എന്തെങ്കിലും വേറെ ചെറിയ പരിപാടി. അപ്പോൾ പാരലി തന്നെ സുരാജ് ചേട്ടൻ്റെ അടുത്തൊരു പ്രോജക്റ്റ്. പക്ഷേ ഇതൊക്കെ പല കാരണങ്ങളുണ്ട്. പിന്നെ ഈ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ സിനിമ മൊത്തം ഒന്ന് മാറിയിരുന്നു. OTT വരുന്നു, എല്ലാ പ്രേക്ഷകരും പുറത്തുള്ള വെബ് സീരീസ് ആണെങ്കിൽ ഇന്റർനാഷണൽ സിനിമകളെല്ലാം കാണുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു കൺഫ്യൂഷനാവും, ഇനി നമ്മൾ എന്താണ് പറയേണ്ടത്. ലോകം മൊത്തം വേറൊരു പരിപാടിയിലോട്ട് ലാൻഡായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കഥ, അതും ജിജോ വഴി തന്നെയാണ് ഈ സബ്ജക്റ്റ് എന്നിലേക്ക് വരുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ആ ഒരു ഐഡിയയും പിന്നെ നമ്മളൊരു റിലവൻ്റ് ആയ ഒരു വിഷയം അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഭയങ്കര രസകരമായിട്ടാണ് അത് നരേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നരേഷൻ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇതിൽ ഉണ്ണിയേട്ടൻ ബീച്ചേട്ടൻ ചെയ്താൽ രസകരമായിരിക്കും. അങ്ങനെ ബീച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. ബീച്ചേട്ടൻ കേട്ടു, അപ്പോൾ തന്നെ നമുക്ക് ഹാപ്പിയാണ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കഥ പറഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ പറഞ്ഞു ഇമ്മീഡിയറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നമുക്കൊരു ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. എനിക്കൊന്ന് ഈ ഒരു ഇപ്പം സുരാജ് ചേട്ടനോ ബീച്ചേട്ടനോ ഒക്കെ അവരും ലിജോ മോളും അവരുടെയും കൂടെ ഒരു ബോൾഡ് ഡിസിഷൻ ഉണ്ട് ഈ സിനിമ ഈ രൂപത്തിൽ ഇന്ന് എത്താൻ. അങ്ങനെയാണ് ശരിക്കും നടന്ന സംഭവത്തിലേക്ക് ലാൻഡ് ആവുന്നത്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്? നേരത്തെ പറഞ്ഞു കഥ വിഷ്ണുവിലേക്ക് എത്തുമായിരുന്നു. അപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു, അതോ നിങ്ങൾ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയ രീതിയിലാണ്? എങ്ങനെയായിരുന്നു ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്? അല്ല, നമുക്കൊരു ഒരു ബേസിക് ഐഡിയയും ഡീറ്റെയിലിംഗും ആയിരുന്നു എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. ശരിക്കും അത് വെച്ചിട്ട് നമ്മളൊന്ന് വർക്ക് ചെയ്തിട്ടാണ് ബീച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നത്. കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമ. അതെ. അതിൻ്റെ ഫൈനൽ ഫോമിലല്ല നമ്മൾ ബീച്ചേട്ടൻ്റെ അടുത്ത് പോകുന്നത്. പക്ഷേ ഒരു പറയാൻ നമുക്ക് A to Z ഇങ്ങനെ വളർന്ന് ഇങ്ങനെ അവസാനിക്കുന്ന ഒരു രൂപരേഖ ഉണ്ടായിരുന്നു. അത് ബീച്ചേട്ടൻ്റെ അടുത്ത് പറയാൻ അദ്ദേഹത്തിന് അത് എക്സൈറ്റഡ് ആവുകയും പിന്നീടാണ് സ്ക്രിപ്റ്റിൻ്റെ പാരലി സ്ക്രിപ്റ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ മറഡോണയിലാണെങ്കിലും നമ്മൾ ആ പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ അറിയാമല്ലോ, വിവേകിനും അറിയാൻ പറ്റും. കാരണം നമ്മൾ റൈറ്ററുമായിട്ടുള്ളൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷനിലൂടെ ഭയങ്കര രസകരമായിട്ട് അങ്ങനെ ആണ് ആ രൂപപ്പെട്ട് വന്നത്. അതിനുശേഷമാണ് നമ്മൾ സിനിമയിലേക്ക് ലാൻഡായത്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറഡോണയിലാണെങ്കിലും 2 നെയ്ബേഴ്സ് തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ഇവിടെയും ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു കോളനിയാണ്. അവിടെ വെച്ചിട്ടുള്ള നെയ്ബേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് അഗെയിൻ. അത് ബോധപൂർവം വന്നതാണോ അതോ ബൈ ചാൻസ് ഉണ്ടായി വന്നപ്പോൾ? അത് കോയിൻസിഡൻസ് ആണ്. കാരണം ഞാൻ പറഞ്ഞത് അതിന് മുമ്പ് ഞാൻ ആലോചിച്ചിരുന്ന 1-2 സിനിമകൾ ഇതൊന്നും അല്ല. പക്ഷേ ഈ ഐഡിയ പെട്ടെന്ന് വരികയും ബീച്ചേട്ടൻ അത് പെട്ടെന്ന് കൺവിൻസ് ആവുകയും അങ്ങനെ സംഭവിച്ചതാണ്. മാത്രമല്ല അന്ന് നമ്മൾ മറഡോണ കഴിഞ്ഞപ്പോഴേ ഇനിയൊരു കൺജസ്റ്റഡ് ഏരിയ പിടിക്കല്ലേ എന്നൊരു പക്ഷേ ഇതിലേക്കും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വന്നു. എസ്പെഷ്യലി ഈ പോലീസ് സ്റ്റേഷനായിരുന്നു നമുക്ക്. എന്നാൽ കോളനി പിന്നെ കുഴപ്പമില്ല, നമുക്കൊരു 3-4 വീടും കാര്യങ്ങളും കൺട്രോൾഡാണ്. ഈ പോലീസ് സ്റ്റേഷൻ നമ്മൾ ശരിക്കും പെട്ടൊരവസ്ഥയായിപ്പോയി. കാരണം ഒറ്റ ബിൽഡിംഗ് ആണ്, ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ ഒരു സീനിൽ തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്ത് തന്നെ 7-8 ആർട്ടിസ്റ്റ് നിൽക്കണം. എന്നാൽ
ക്രിമിനൽസും എല്ലാം ഉണ്ട്. അത് നമ്മൾ ശരിക്കും പ്രീ ഷൂട്ട് ചെയ്തു എഡീസിനെ എല്ലാം വെച്ചിട്ട്. കാരണം ഇവിടെ പൊസിഷനിങ് ഇപ്പൊ പടം കണ്ടാണല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാര്യങ്ങൾ ചിലർ കേൾക്കണം, ചിലത് കേൾക്കരുത്. അപ്പൊ ഈ നമ്മൾ നിർത്തുമ്പോൾ അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം. അത് കൃത്യം കൊറിയോഗ്രാഫി ചെയ്തെടുത്തിട്ടാണ് നേരത്തെ തന്നെ പ്രീ ഷൂട്ട് ചെയ്തു. കാരണം അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും. കാരണം ഇത് പോലീസ് സ്റ്റേഷനിൽ എൻ്റർ ചെയ്യുന്ന സീൻ തൊട്ട് ലാസ്റ്റ് അവർ ഇറങ്ങി പോകുന്നത് വരെയുള്ള സീക്വൻസിലെ എല്ലാ പ്ലേസ്മെൻറ്റും മാർക്ക് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാവുമായിരുന്നു. അതായിരുന്നു ശരിക്കും ഒരു ടഫ്. ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അവരുടെ ഒരു സ്പേസിനെ പറ്റിയാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പറയുന്നത്. പക്ഷേ കോമഡിയും ഒക്കെ ചേർത്തിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ഫോമാറ്റിലാണ് പോകുന്നത്. അവരുടെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ലിജോ മോളും രണ്ട് ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. ഒരാളൊരു വീട്ടമ്മയാണ്, ഭയങ്കര ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു വീട്ടമ്മയാണ്. മറ്റേ ആൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വർക്കിംഗ് വുമൺ ആണ്. ഇവർ തമ്മിലുള്ള കോൺട്രാസ്റ്റും നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഇവരായിരുന്നു ആദ്യത്തെ ചോയ്സ്. എങ്ങനെയാണ് ഇവർ രണ്ടുപേരിലേക്ക് എത്തിയത്? നമ്മൾ ലിജോ മോളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളായിരുന്നു വേണ്ടത്. ഒന്ന്, വളരെ സാധാരണത്വമുള്ളൊരു ഫിസിക്കുള്ളൊരു സ്ത്രീ കഥാപാത്രം. അറ്റ് ദ സെയിം ടൈം അധികം ഡയലോഗ് പോലും ഇല്ല. പെർഫോമൻസിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറും കൂടാണ്. അങ്ങനെ ആലോചനയാണ് നമ്മൾ ലിജോ മോളിലേക്ക് എത്തുന്നത്. കാരണം ലിജോ മോളുടെ ഒരു തൊട്ടടുത്ത വീട്ടിലെ കുട്ടി എന്നുള്ളൊരു ഇമേജ് ഉണ്ട് ശാരീരികമായിട്ട്. പിന്നെ പെർഫോമർ ആണെങ്കിൽ അറിയാമല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ലിജോയിലേക്ക് എത്തുന്നത്. പിന്നെ ശ്രുതിയിലേക്ക് എത്തുമ്പം ഇപ്പം പറഞ്ഞ ആ പോയിന്റ്, കാരണം ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ശ്രുതിയെ കാണുമ്പം തന്നെ നമുക്കറിയാം അങ്ങനത്തെ ഒരു ലുക്ക് എസ്റ്റാബ്ലിഷ് വേണ്ട. പിന്നെ ഭയങ്കര ലവബിളാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര ലവബിളാണ്, ഭയങ്കര ക്യൂട്ടാണ്. ഇപ്പോൾ ബീച്ചേട്ടനിലേക്ക് ബീച്ചേട്ടൻ വന്നപ്പോൾ ഒരു അഡ്വാൻറ്റേജ്, ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ അധികം പണിയെടുക്കണ്ട. കാരണം ബീച്ചേട്ടൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരു ലവബിൾ പേഴ്സണാണ്. ആ പേര് വർക്കാവും തോന്നി. പിന്നെ ഇപ്പുറത്താണെങ്കിലും സുരാജ് ഏട്ടനും ലിജോ ആകുമ്പോൾ അത് വർക്കാവും തോന്നി. അങ്ങനെയാണ് ആ കാസ്റ്റിങ്ങിലേക്ക് വരുന്നത്. ഈ രണ്ട് ഫാമിലീസ് തമ്മിലുള്ള കോൺട്രാസ്റ്റും വളരെ നല്ല രസമായിട്ട് പടത്തിൽ വന്നിട്ടുണ്ട്. സുരാജ് ഏട്ടൻ്റെ ഓപ്പണിംഗ് ആണെങ്കിലും അതുപോലെ ഇവരെ ഓപ്പൺ ചെയ്യുന്ന രീതിയാണെങ്കിലും തമ്മിൽ പിന്നീട് കഥ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം വളരെയധികം ആ കോൺട്രാസ്റ്റ് വളരെ എടുത്തു തന്നെ കാണിച്ചിട്ടുണ്ട്. അത് സ്ക്രീൻ പ്ലേ ഡിസിഷൻ ആയിരുന്നു, അതോ അത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ തോന്നിയ ഒരു ഫ്രെയിമിംഗ് ഡിവൈസ് ആയിരുന്നു? അല്ല, അത്തരം സീക്വൻസുകളുണ്ടായിരുന്നു. പക്ഷേ നമ്മളിതിൻ്റെ ഒരു പ്രോസസ്സും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നൊരു ആലോചന വരുമല്ലോ. അപ്പം നമ്മൾ പലപ്പോഴും മിററിനെ നമുക്ക് പലതുമായിട്ടൊക്കെ കണക്റ്റ് ആവും. അപ്പം സിനിമ ഓപ്പൺ ചെയ്യുന്ന സുരാജ് ഏട്ടൻ്റെ ഒരു മിറർ ഷോട്ടിലാണ്. പുള്ളി സ്വയം വന്ന് ആരാണെന്ന് കാണിക്കുകയാണ് വളരെ സട്ടിലായിട്ട്. അവിടെ തന്നെ ലിജോയുടെ ഒരു ഷോട്ടും ഉണ്ട് മിററിൻ്റെ ഇപ്പുറത്ത് ആ ആടയാഭരണങ്ങൾ. അപ്പം ചിരിക്കേണ്ടി വരുന്നൊരു മൊമെൻറ്റിലേക്കാണ് അത് കണക്റ്റ് ആവുന്നത്. എന്നാൽ ഇപ്പുറത്തെ ഉണ്ണിയേട്ടൻ്റെ ഫാമിലിയെ കാണിക്കുമ്പോൾ ഭയങ്കര ലവബിളായിട്ടാണ് അവരെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അവിടെ തന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇത് രണ്ട് കോൺട്രാസ്റ്റിലുള്ള ഫാമിലിയാണെന്ന് കണക്റ്റ് ആയെന്ന് തോന്നുന്നു. പിന്നെ സിനിമ എൻഡ് ചെയ്യുമ്പോഴും സുരാജ് ഏട്ടൻ ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പോവുകയാണ്. അങ്ങനെ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ തെളിഞ്ഞു വന്ന കാര്യങ്ങളാണെന്നെല്ലാം. ഇപ്പോൾ ആണുങ്ങളുടെ ഒരു മദ്യപാന സഭ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവിടെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. പലരുടെയും ഫാമിലിയുടെ കാര്യങ്ങളാണ് അവിടെ വന്നിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ സാധാരണ കാണുന്ന സാധനങ്ങളാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സുധി കോപ്പയുടെ ക്യാരക്ടർ വളരെ യുണീക്കായിട്ട്, എന്നാൽ നമുക്ക് നല്ല ദേഷ്യം, അതെ, ലിങ്കൻ എന്ന് പറയുന്ന രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാവുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ക്രിയേഷൻ എങ്ങനെയായിരുന്നു? അതിൻ്റെ കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു നിങ്ങൾ അതിലേക്ക് എത്തിയത്? അത് സ്ക്രിപ്റ്റിൽ ആദ്യം തൊട്ടായി ഉണ്ടായിരുന്ന, കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ റൈറ്റർ അത്യാവശ്യം നല്ല റിസർച്ച് നടത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇതുപോലത്തെ ഒരു റെസിഡൻസ് സ്ഥലത്താണ് താമസിക്കുന്നതും. അപ്പോൾ പിന്നെ നമ്മൾ ഇത് ശരിക്കും നടന്ന സംഭവം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് കോപ്പി പേസ്റ്റ് അല്ല. നമ്മൾ ചുറ്റും കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, അവിടെ നടന്നിട്ടുള്ള കുറേ ഇൻസിഡൻറ്റ് അതിലൂടെ രൂപപ്പെടുത്തിയെടുത്തൊരു നടന്ന സംഭവമാണ്. അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സും എല്ലാം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്തും. ഇപ്പം ലിങ്കൻ്റെ ഈ അപ്പിയറൻസ് ആണെങ്കിലും ബാക്കിയുള്ളവരുടെ അപ്പിയറൻസ് ആണെങ്കിലും, പിന്നെ ഈ കാസ്റ്റിങ്ങിൽ നമ്മൾ എല്ലാവരും ഓഡിഷൻ ത്രൂ ആണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സുരാജ് ഏട്ടനാണ് അവിടെ ഇരിക്കുന്നത്, അദ്ദേഹത്തോടൊപ്പമാണ് ഈ മദ്യപാന സദസ്സ്. പിന്നെ ഇതിനകത്ത് പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഭയങ്കര ഡ്രാമ അല്ലെങ്കിൽ ഭയങ്കര അരോചകമാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ആ പെർഫോമൻസിലൂടെ നമുക്കിതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പുറത്ത് എത്തിക്കാൻ പറ്റും. സോ അങ്ങനെ ഓഡിഷൻ ത്രൂ ആണ്. പിന്നെ അപ്പിയറൻസും കാര്യങ്ങളെല്ലാം നോക്കി നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. കാരണം സുരാജ് ഏട്ടൻ്റെ ഒരു ഫ്ലോയെ ഒരിക്കലും നമ്മളൊരു
ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അത് അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടാവും. കാരണം 2-3 ഈ പറഞ്ഞ മദ്യപാന സദസ്സുകളുണ്ട്. നമ്മൾ അതിലെല്ലാം ഓരോ സ്റ്റേജ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളും വന്നതുകൊണ്ട് അവർക്ക് പിന്നെ സുരാജേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒരിക്കലും ആ ഒരു സീനിയോറിറ്റി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അവർ ആ കോളനിയിലെ ഫ്രണ്ട്സായി. കാരണം നമ്മൾ ഒറ്റ ലൊക്കേഷനിലാണ് ഒരു 10-30 ദിവസം അവിടെ തന്നെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്സായി. അങ്ങനെ ആ ഒരു വൈബ് ഉറപ്പായിട്ട് അതിനകത്ത് വർക്കായിട്ടുണ്ട്. അപ്പുറത്താണെങ്കിൽ ബിജുചേട്ടനും ലേഡീസും കുറച്ച് ലേഡീസും അതില് എപ്പോഴേലും അതും കുറച്ച് വേണമെങ്കിൽ ഒന്ന് വൾഗർ ആവാവുന്ന ഒരു രീതിയിലേക്ക് പോവാം. പക്ഷെ ബിജുചേട്ടൻ വളരെ സട്ടിലായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് ഇവർ കാണുമ്പോൾ വൾഗറായിട്ട് തോന്നുകയും വേണം, അവർക്ക് ആ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ വേണം. അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഡിവൈസ് ചെയ്യുന്നത്? അതും ഈ പറഞ്ഞതിൻ്റെ ആ ക്യാരക്ടേഴ്സ് ചെയ്തവരെ നമ്മൾ ഓഡിഷൻ ചെയ്യുകയും വർക്ക്ഷോപ്പ് ചെയ്യുകയും പിന്നെ ഈ പറഞ്ഞിട്ട് അവിടെയും ബിജുചേട്ടനായത് നമുക്കൊരു പ്ലസ് ആണ്. കാരണം അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് അധികം ഒരു വേറൊരു ആംഗിൾ നമുക്ക് കാണാൻ തോന്നില്ല. ചാമിങ് ആണ്, ഓർഗാനിക് ആയിട്ട് ലവബിൾ ആയിട്ട് പോവാണ്. പക്ഷെ ഇപ്പുറത്തെ കണ്ണ് കാണുന്ന കാഴ്ചയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. കാരണം മറ്റേത് നമ്മൾ ഓർഗാനിക്കലി വിട്ടു. കാരണം ഞാനതിൽ ഫോക്കസ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ കോൺഷ്യസ് ആവും. അതുകൊണ്ട് അത് നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ഇവിടേക്കാണ് ഫോക്കസ് ചെയ്തത്. അതാണ് ഇവരുടെ പല റിയാക്ഷനും നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആയിട്ടും പ്രേക്ഷകൻ കാണുമ്പോൾ ഇവരുടെ ആംഗിളിൽ നിന്നുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൂടി. ഇതിനെ വെറുതെ വിട്ടു. അത് ബിജുചേട്ടൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര ഒഴുക്കുണ്ടായിരുന്നു ആ ഒരു പെർഫോമൻസിൽ. ഇപ്പോൾ മെയിൽ ഈഗോവിനെ ബേസ് ചെയ്തിട്ട് കുറേ അധികം സിനിമകൾ നമ്മൾ വന്നിട്ടുണ്ട്. ഇവർ തന്നെ അതിൽ പാർട്ടായിട്ടുണ്ട്. സുരാജേട്ടനും ബിജുചേട്ടനും വേറെ സിനിമകളിലൊക്കെ പാർട്ടായിട്ടുണ്ട്. ഇതിൽ പക്ഷേ വരുമ്പോൾ ഇവർ തമ്മിൽ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വരുന്ന വളരെ കുറച്ച് മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഒരു ടെൻഷൻ ബിൽഡിങ് ഉണ്ടല്ലോ ഇവർ തമ്മിലുള്ളത്. അവർ പല സ്പേസിൽ നിന്നാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. പിന്നെ ഒരു പോയിന്റിലേക്ക് എത്തുകയാണ്, ഒരു ബിൽഡപ്പ് ചെയ്ത ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ആ സീക്വൻസുകൾ ഡിസൈൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ക്ലൈമാക്സിൽ എടുത്തൊരു ചോയ്സും അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഡിസിഷൻസ് ഒക്കെ? അല്ല ഇവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. കാരണം ഇവർ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമാശയ്ക്ക് പറയും ചില്ലിങ്ങിൻ്റെ ഇടയിലാണ് ഷൂട്ട്. കാരണം ബീച്ചേട്ടനുള്ളത് കൊണ്ട് ഫുൾ ടൈം ചില്ലിങ്. അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. പക്ഷെ അവർ സ്ക്രീനിലേക്ക് വരുമ്പോൾ വേറെ തന്നെ പരിപാടിയാണ്. ഇപ്പോൾ ഇല്ലില്ല. മാത്രമല്ല സുരാജേട്ടൻ്റെ അടുത്തും നമ്മൾ പിന്നെ പുള്ളി ഇപ്പം ഒരു മെയിൽ ഈഗോ ക്യാരക്ടർ നമ്മൾ ആദ്യം തന്നെ അതിനകത്തൊരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അജിത്ത് ഏട്ടൻ തലയ്ക്കകത്ത് വരെ മസിലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളി ഫോൺ എടുക്കുമ്പോൾ പറയട അജിത്ത് ഏട്ടനാ. നമ്മളാരും അങ്ങനെ പറയാറില്ല അല്ലേ? തുടക്കത്തിലേ ഉണ്ട്. പിന്നെ ഇവരുടെ കോമ്പിനേഷനിലെല്ലാം റിയാക്ഷൻസ് ആയിരുന്നു ഇമ്പോർട്ടൻസ്. കാരണം ഡയലോഗ്സ് വളരെ കുറവാണ്. അവസാന നിമിഷങ്ങളിൽ മാത്രമേ അത് വേറൊരു മൂഡിൽ പ്രസൻറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ എനിക്കൊന്ന് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ട്. കാരണം ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ സുരാജേട്ടൻ വന്നിറങ്ങുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അവിടെ തന്നെ ബിജുചേട്ടൻ ഒരു റിയാക്ഷൻ എക്സ്ട്രാ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അവർ പേഴ്സണലി ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ആയിട്ട് അതൊരു ഹെൽത്തി പരിപാടിയായിരുന്നു. അതെനിക്ക് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത്. അവരുടെ ഒരു വൈബ് സിനിമയിലും വർക്കായിട്ടുണ്ട്. ഇതിൽ സംസാരിക്കുന്ന വളരെ വളരെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു വിഷയത്തിനെയാണ് ഒരു മെയിൻ ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നത്. അത് ഒരുപാട് അതങ്ങ് എക്സ്പോസ് ചെയ്യാതെ അത് വളരെ സട്ടിലായിട്ട് അഗൈൻ കോൺവെർസേഷൻസിന്റെ ഇടയിലൂടെ പതിയെ റിവീലായി വരുന്ന പോലെ പോലീസ് സ്റ്റേഷൻ പോലൊരു സ്ഥലത്ത് നിന്നിട്ടാണ് അത് റിവീൽ ആവേണ്ടത്. എന്നാൽ അത് ഭയങ്കര ഒരു സെൻസേഷണലൈസ് ചെയ്യാതെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ബിൽഡപ്പ് എങ്ങനെയായിരുന്നു? അതാണല്ലോ ഈ പറഞ്ഞ മെയിൻ സംഭവത്തിലേക്കുള്ള ഒരു ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം വന്നത്? ശരിക്കും വിവേക് എന്താണെന്ന് വെച്ചാലേ ഇതൊരു സ്റ്റോറി അല്ലല്ലോ. ബേസിക്കലി നമ്മളിപ്പോൾ ആദ്യം ഒരു സ്പേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഇങ്ങനൊരു സ്ഥലം, ഇവിടെ കുറേ ക്യാരക്ടേഴ്സ്, അവരുടെ ലൈഫ്, അത് പറഞ്ഞിട്ട് നമ്മൾ ലിങ്ക് ആൻഡ് ത്രൂ ഒരു ഇഷ്യൂലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഇഷ്യൂ ശരിക്കും ഒരു റൂമറാണ്. അതിനെ ഇവൻ ഊതിക്കാച്ചി വളർത്തിയെടുക്കുകയാണ്. ഈ റൂമർ വളരുന്നതനുസരിച്ചാണ് ശരിക്കും എല്ലാ ക്യാരക്ടേഴ്സും വളരുന്നത്. ഇപ്പം നമ്മൾ ആലോചിച്ചൊരു വഴിയും ട്രീറ്റ്മെൻറ്റും അങ്ങനെയാണ്. നമ്മൾ ആദ്യം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അജിത്തേട്ടൻ ഇങ്ങനെയാണ്, ഉണ്ണിയേട്ടൻ ഇങ്ങനെയാണ്, ഈ സൊസൈറ്റി ഇപ്പം റൺ ചെയ്യുന്ന പൊസിഷൻ ഇങ്ങനെയാണ്, അവിടെ സംഭവിക്കാം. കാരണം ലിങ്കൻ അവിടെ ഉണ്ട്. അവിടുന്ന് ലിങ്കൻ തൊടുത്തു വിടുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു, അതൊരു റൂമറായിട്ട് വളരുന്നു, അതെല്ലാവരെയും ബാധിക്കുന്നു. ഈവൻ നമ്മൾ ആ കള്ളൂടി സദസ്സിലൊക്കെ വിവേകിന്റെ ക്യാരക്ടർ ഫോണിൽ നോക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ അതിനൊരു മ്യൂസിക്കലി ഒരു സാധനം കണക്ട് ചെയ്തിട്ടുണ്ട് ലിങ്കന്. അത് സ്പ്രെഡായി വലുതായി വരുന്നതനുസരിച്ച് ക്യാരക്ടേഴ്സിന്റെ ഡീറ്റെയിലിംഗ് കൊണ്ടുവരുന്നു. ആ ഇഷ്യൂ അവിടുന്ന് കൈമോശം വരുന്നു, നേരെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അവിടെ വീണ്ടും മാനിപ്പുലേഷനാണ്. അപ്പം ഇത് ഇങ്ങനെ വളരുന്നതനുസരിച്ചാണ് നമ്മൾ ഡീറ്റെയിലും വളർത്തുന്നു, ക്യാരക്ടേഴ്സും വളരുന്നു.
അത് പക്ഷേ അവിടെ തീരുമാനമാവുന്നില്ല. തീരുമാനമാവുന്നുണ്ട്, ഉണ്ണി എടുക്കുന്ന ഒരു നിലപാടുണ്ട് ലാസ്റ്റ്. ധന്യയുടെ ഈ ഒരു അവസ്ഥകൾ കണ്ടിട്ട് അറിയാലോ, അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് ശരിക്കും അവിടെ സോൾവ് ആയി. പക്ഷേ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ അജിത്ത് ഏട്ടൻ്റെ തനി ഇമ്പാക്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അധികം ഫോഴ്സ്ഡ് ആക്കാൻ ട്രൈ ചെയ്തിട്ടില്ല. ഈ ഒരു ഇത് വളരുന്നതനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോകാനേ ട്രൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻഡിൽ വരുമ്പോഴാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ വയലൻസ് വിഷ്വലി കാണിച്ചിട്ടേ ഇല്ല. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ആ സൗണ്ടിലാണ്, കാരണം സെൻസിറ്റീവ്, കാരണം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ സിനിമയോട് ചെയ്യുന്നൊരു അല്ലേ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിപ്പോൾ. പക്ഷേ അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് കണക്റ്റ് ആയെന്നാണ് എല്ലാവരും. കാരണം നമ്മളൊരു വിഷ്വലി ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ സൗണ്ടിൽ നമ്മൾ ഭയങ്കര രസകരമായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കുട്ടിയും അതെ അതെ. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് അഗൈൻ കുറേ രസകരമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ അവിടുത്തെ ഡെയിലി ആക്ടിവിറ്റീസും ഈ സംഭവങ്ങൾ കൂടാതെ തന്നെ അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ബി ചേട്ടൻ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ജോണി ആന്റണി ചേട്ടൻ്റെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, ലാലു ലക്സ് സാറുണ്ട്. അപ്പോൾ പുള്ളി വന്നു പോകുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിങ് എങ്ങനെയായിരുന്നു? ഇത് നിങ്ങൾ പിന്നീട് ഓരോരോ ഇൻസിഡൻസ് ആയിട്ട് ആ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ പ്ലേസ് ചെയ്തത് പിന്നീടാണ്. ഈ മെയിൻ സംഭവം ഇതാണല്ലോ, പക്ഷെ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കി ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് കൺസീവ് ചെയ്തത്? അല്ല, ആദ്യം ഈ സ്ക്രിപ്റ്റിൽ കുറച്ചധികം ഇൻസിഡൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളുടെ കണ്ടന്റ് മാത്രം പറഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് ഇടയ്ക്ക് ടൈം മാനേജ് ചെയ്യാൻ ചില ഇൻസിഡൻ്റ് ആവശ്യമുണ്ട്. പക്ഷേ ആദ്യത്തെ 1-2 റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചധികം എപ്പിസോഡ് വേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഷൂട്ട് ചെയ്ത് കയറുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഇത് മുറുകി വരുന്നതനുസരിച്ച് ആ താളം അല്ലെങ്കിൽ ഇപ്പോൾ ഋതം ഉണ്ടല്ലോ, ഇത് കണ്ടുവരുന്നൊരു ഫ്ലോയെ ബാധിക്കുന്ന എല്ലാം നമ്മൾ ഒഴിവാക്കി. കാരണം അത് ചിലപ്പോൾ നമുക്കൊരു ബാധ്യതയാവാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് സ്റ്റേഷൻ ആംബിയൻസ് കിട്ടണം. ചില സ്ഥലത്ത് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ വേണ്ടി ടെക്നിക്കലി അങ്ങനെയുള്ള അത് ആദ്യം കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ഒതുക്കി ഈ ഒരു രൂപത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ സ്റ്റേഷനിൽ ഈ ഒറ്റ കേസേ ഉള്ളൂ, മനസ്സിലായില്ലേ, അങ്ങനെ ഒരു ആലോചന വരുമല്ലോ. അതുകൊണ്ടാണ്. പക്ഷേ ഇതെല്ലാ ക്യാരക്ടേഴ്സ് നമ്മൾ കുറച്ചധികം എഴുതിയിരുന്നു. പക്ഷേ നമ്മൾ അത് ആദ്യത്തെ വേർഷനിലൊക്കെ എഡിറ്റിലും കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്രിപ്റ്റ് എഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് മാറ്റേണ്ടി വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ വായിക്കുകയും അതിൻ്റെ ഒരു ഡിസ്കഷനിലും പ്രോസസ്സിലും എല്ലാം നമുക്ക് തോന്നി ഒരു ഫ്ലോയിലേക്ക് എല്ലാം മാറ്റാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ആ ക്യാരക്ടേഴ്സും അവസ്ഥകളും പറയുന്ന ഇൻസിഡൻ്റ് എല്ലാം ആദ്യം തന്നെ ഉള്ളതാണ്. കാരണം അത് ആ എഴുതി വരുന്ന ഫ്ലോയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അനൂപ് കണ്ണനാണ് സിനിമയുടെ പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ ജോണി ചേട്ടനും ഉണ്ട്. വേറെ സെറ്റിൽ കൂടെ ഡയറക്ടേഴ്സ് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ആണോ? എങ്ങനെയാണ് അവരുടെ ഒരു പ്രസൻസ്? അത് നമുക്ക് പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. പക്ഷേ എനിക്ക് കാരണം ഇപ്പം അനൂപേട്ടനാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. കാരണം അദ്ദേഹം ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോണി ചേട്ടൻ വന്നപ്പോഴാണെങ്കിലും ആദ്യം നമുക്ക് കാരണം ഇത്രയും സീനിയർ ഡയറക്ടറാണ്, നമ്മൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഭയങ്കര ആദ്യത്തെ ഒരു സീൻ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി. പിന്നെ പുള്ളി ഇങ്ങനെ ചോദിക്കട്ടെ അത് ഓക്കെയാണോ? ഓക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അല്ല എന്ന് പറയും. പിന്നെ ചില സമയത്തൊക്കെ തോന്നി ഇത് ഇനി വേണോ, അല്ലെങ്കിൽ ആരാണെങ്കിലും. പക്ഷേ നമ്മൾ പറയും ഇപ്പോൾ ഒരാളുടെ മാത്രം ഓക്കെ നമുക്ക് ഓക്കെ ആവില്ലല്ലോ, അറിയാമല്ലോ, ടോട്ടാലിറ്റിയിൽ അത് ഓക്കെയാണ്. പക്ഷേ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്ക് ഏത് സമയത്തും എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അനുപേട്ടനാണെങ്കിലും ഈ പറഞ്ഞ ജോണി ചേട്ടനാണെങ്കിലും പിന്നെ ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടീമിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ മനീഷ് മാധവൻ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമകളാണ് നേരത്തെ ചെയ്തിട്ടുള്ളത്. പുള്ളി ഈ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് അങ്കിത് മേനോൻ, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമായിരുന്നു? മനീഷ് ഭയങ്കര രസമുള്ള അടിപൊളി മച്ചാനാണ്, ഭയങ്കര ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഭയങ്കര രസകരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ നമ്മളൊരു പ്രീ ഷൂട്ട് ഉണ്ടായിരുന്നു, വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടൊരു ടീം വർക്കായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി. പിന്നെ ഒന്നിനും നോ പറഞ്ഞിട്ടില്ല ഇതുവരെ. നമ്മൾ എന്ത് ട്രൈ ചെയ്യാനും പുള്ളി റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് ഭയങ്കര പ്ലസ് ആയിരുന്നു. പിന്നെ അങ്കിത്
ഭയങ്കര രസകരമായിട്ട് നമുക്ക് മ്യൂസിക്, കാരണം സിനിമ കാണുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് അതായത് ഭയങ്കര ജെല്ലായിട്ടാണ് ആ മ്യൂസിക് പോകുന്നത്. പിന്നെ സ്ഥിരം നമ്മൾ സിനിമകളിൽ നടന്ന സംഭവം എന്നുള്ള പാട്ടും സിനിമയ്ക്കുള്ളിലെ ആ പാട്ടും പിന്നെ എസ്പെഷ്യലി സ്കോർ ഭയങ്കര ബ്ലെൻഡ് ചെയ്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. കാരണം സിനിമയോട് ചേർന്ന് എന്നാലൊരു പുതിയൊരു എലമെന്റ് ഉണ്ട് താനും. നമ്മൾ സ്ഥിരം സിനിമകളിൽ ചില സീൻ വരുമ്പോൾ ചില കാര്യങ്ങൾ വായിക്കും, നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അത് ഭയങ്കര രസമായിട്ട് അങ്കിത് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതെ 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 അതൊക്കെ ഭയങ്കര ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സൈജു ആണ് എഡിറ്റർ, സൈജും ടോബിയും ഉണ്ടായിരുന്നു. കാരണം സൈജുവിൻ്റെ പടവും നടക്കുന്നതുകൊണ്ട് സൈജു മറഡോണയും സൈജു തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് റീഡിങ്ങിലും കാര്യത്തിലും എല്ലാം ഒരു ധാരണയുണ്ടായിരുന്നു. പിന്നെ സൈജു ആണല്ലോ അത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പലതരം ഫാമിലീസിൻ്റെ ഒരു സ്റ്റഡി കൂടെ നടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ. ഇപ്പം ഒരു ഭാഗം കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെങ്കിലും ആ കോളനിയിൽ തന്നെയുള്ള പല പല കപ്പിൾസിനെ നമ്മൾ കാണുന്നുണ്ട്. അതിലുള്ള തന്നെ സ്ത്രീകളുടെ തന്നെ അവരുടെ ഇടയിലുള്ള ഡിസ്കഷൻസ്, അവർ തമ്മിലുള്ള പേഴ്സണൽ സ്പേസിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഭർത്താക്കന്മാരുടെ ഡിസ്കഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റിലീസായതിനു ശേഷം എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നതും അവർ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷനും റിലേറ്റബിലിറ്റിയൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഭയങ്കര രസകരമാണ്. കാരണം നമ്മൾ ഇപ്പം ചില കാര്യങ്ങൾ നമ്മളൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി വർക്ക് ചെയ്യുമല്ലോ. അതിപ്പോൾ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു ക്രിയേറ്റീവ് പേഴ്സണായിട്ട് ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് പലരും ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പം സുരാജ് ഏട്ടൻ്റെ വീട്, നമ്മുടെ അജിത്തേട്ടൻ്റെ വീട്, ഉണ്ണിയേട്ടൻ്റെ വീട്. ഇപ്പോൾ അജിത്തേട്ടൻ്റെ വീട്ടിലെ ഈവൻ കർട്ടന്, ഫർണിച്ചർ, ലൈറ്റ്സ് എല്ലാം ചെറിയ രാജാപ്പാട്ടാണ്. അത് പുള്ളിയുടെ ഒരു ക്യാരക്ടറും പരിപാടിയും ഡീറ്റെയിലിങ്ങുമാണ്. പിന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഉണ്ണിയേട്ടൻ്റെ വീടാണെങ്കിൽ ഭയങ്കര എലഗൻ ക്ലാസ്സി, കളേഴ്സ് പോലും നമ്മൾ യൂസ് ചെയ്തെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ DOP ആയിട്ടുള്ള ഡിസ്കഷനിലാണെങ്കിലും എല്ലാം നമ്മൾ അങ്ങനെ അതൊക്കെ ആൾക്കാർക്ക് കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഈ ശരിക്കും ഞാൻ ഒരാൾ എൻ്റെ അടുത്തൊരു കമൻറ്റ് പറഞ്ഞു, അതായത് ഈ ബിജുമേനോനെയും സുരാജ് വെഞ്ഞാറമൂടിനെയും സംവിധായകൻ പറ്റിച്ചു. അപ്പം ഞാനൊന്ന് പതറിപ്പോയി. എന്താണ് അതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയുന്നത് ധന്യയുടെ സിനിമയാണെന്നാണ്. അതെനിക്ക് ഭയങ്കര, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തൊട്ടേ കാരണം ഇവരുടെ ഫ്രിക്ഷനിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ധന്യയുടെ നിലപാടാണ്, ധന്യയുടെ തീരുമാനമാണ്. അത് ധന്യയെപ്പോലുള്ള ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഒരു തീരുമാനം കൂടാണ്. നമ്മൾ അത്തരം ഡീറ്റെയിൽ ആൾക്കാർക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അത് ഭയങ്കര ഈ റെസ്പോൺസിൽ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാമല്ലോ അല്ലേ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ 1-2 പേര് ചോദിച്ചേടാ എങ്ങനെയുണ്ട് മൊത്തത്തിൽ റെസ്പോൺസ്, ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു. നിന്നെ സന്തോഷിപ്പിച്ച് ഭയങ്കര രസമുള്ള എന്താണെന്ന്. അപ്പം എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഒരു ചേച്ചി എന്നെ ഫോൺ ചെയ്യുന്നു, വിളിച്ചിട്ട് എവിടുന്നോ നമ്പർ എടുത്തിട്ട് വിളിക്കുന്നതാണ്, മോനെ പടം കണ്ടു, ഭയങ്കര രസമുണ്ട്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉറപ്പായിട്ടും ഒരു ഭർത്താവും ഭാര്യയും ഒരുമിച്ച് വന്ന് കാണേണ്ട സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈലൻസിന് ശേഷം പറഞ്ഞു എൻ്റെ കൂടെ മകളുണ്ടായിരുന്നു കാണാൻ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്താണ് മോനെ, ഞങ്ങൾ സിനിമ കണ്ട് തിരിച്ച് കാറിൽ പോകുമ്പം ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ, അതിനെപ്പറ്റി മകൾ ഡൗട്ട് ചോദിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ആ മകളുമായിട്ട് അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അന്ന് തിരിച്ച് കാറിൽ പോകുമ്പോൾ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ശരിക്കും നടന്ന സംഭവമാണ്. അതെനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നു. കാരണം നമ്മൾ എന്താണോ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചത് അതൊരു നല്ല തുടക്കമാവട്ടെ എന്നുള്ള രീതിയിൽ. കാരണം അത്തരം എന്തിനാണ് നമ്മളിത് മറച്ചു വയ്ക്കുന്നത്, അത് വളരെ ഓപ്പണായിട്ട് തന്നെ ആ കോളാണ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് നൽകിയ ഒരു മൊമെൻറ്റ്. ഇനി അങ്ങോട്ടുള്ള ഇപ്പോൾ 2 വ്യത്യസ്ത ജോണറുള്ള സിനിമകൾ ചെയ്തു, ഇനി അങ്ങോട്ടുള്ള സിനിമകൾ ഏതൊക്കെ തരത്തിലായിരിക്കണം എന്നുള്ളൊരു ഐഡിയ ഓൾറെഡി ഉണ്ടോ? ഓൾറെഡി ഏതെങ്കിലും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അടുത്ത പ്ലാൻസ്? അടുത്തത് ശരിക്കും ഒരു 1-2 പ്രോജക്റ്റ് പല സ്റ്റേജിലായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഇനി അത് എത്രയും പെട്ടെന്ന് സിനിമയായി കാണണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. നേരത്തെ പറഞ്ഞ കോവിഡിന് മുമ്പ് പ്ലാൻ ചെയ്ത സിനിമ അതുണ്ട് പക്ഷെ അതിനിപ്പം ആ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പൈപ്പ് ലൈനിലുള്ളതാണ്. പക്ഷെ അതല്ലാതെ തന്നെ നമ്മൾ പുതിയ 1-2 കഥകൾ കേൾക്കുകയും രസകരമായിട്ട് അത് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് പല പിച്ചിങ് സ്റ്റേജിലാണ്. എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലൊക്കെ അത് കൺഫേം ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ സന്തോഷം വിഷ്ണുട്ട, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.